ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മലയാറ്റൂരാണ്. മലയാറ്റൂർ മല കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ കൊല്ലം നാട്ടിലുള്ളതുകൊണ്ട് മുത്തപ്പനെ പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു അതിമനോഹരമായൊരു കാഴ്ചയാട്ടോ. അപ്പോൾ സൺസെറ്റൊക്കെ ആകാറായി. അപ്പോൾ കാഴ്ച കണ്ടപ്പം അതെടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഞങ്ങൾ എത്താറായിട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 3:30 കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ വൈകുന്നേരം മല കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്നല്ലേ, അപ്പോൾ സ്മൂത്തായിട്ട് കയറി പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈവനിങ് ടൈമിലാട്ടോ വന്നത്. അപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തൊട്ട് ഞങ്ങൾ മല കയറാനായിട്ട് തുടങ്ങിയായിരുന്നു. കയറുന്നതിൻ്റെ ഇടയ്ക്ക് കാട്ടാന ചെറിയൊരു പണിയൊക്കെ തന്നെങ്കിലും ചെറിയൊരു പേടി ഒക്കെ തോന്നിയെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. മുത്തപ്പൻ്റെ അനുഗ്രഹത്തിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മല കയറാനൊക്കെ പറ്റിയിട്ടോ. അപ്പം ഒരു ചിറ ഇങ്ങനെ എന്താ പറയുക, കറങ്ങി വേണം കേട്ടോ നമുക്ക് മലയാറ്റൂരിലോട്ട് എത്താനായിട്ട്. ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ഒത്തിരി കറങ്ങാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താനൊക്കെ ആയിട്ട് പറ്റിയിട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ചിറ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിങ്ങനെ കറങ്ങി വരുമ്പോഴാണ് കറങ്ങി വരുന്നതിൻ്റെ അവിടെയാട്ടോ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതും നമ്മൾ മല കയറാനായിട്ട് കയറിപ്പോകുന്നതും. പിന്നെ എന്താണ്, നാട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു. മഴയും കാര്യങ്ങളൊക്കെയാണ്, എങ്കിലും കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലോങ് വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കും, പിന്നെ എടുക്കാനൊന്നും സമയമില്ല, എടുത്താലിട്ടത് എഡിറ്റ് ചെയ്യാനുള്ള സമയവും ഇല്ല. അതുകൊണ്ടാണ് ലോങ് വീഡിയോസൊക്കെ ഇപ്പം ഇടാനായിട്ട് ഭയങ്കര മടി വരുന്നത്. അപ്പോൾ നമ്മളിത് ഏകദേശം എത്തിയിട്ടോ. അപ്പോൾ ഇതേ പാർക്കിംഗ് ആണ്. പേ ആൻഡ് പാർക്കും ഉണ്ട്, അല്ലാതെ നോർമലായിട്ട് ഇടുന്നതുകൊണ്ട് ഞങ്ങൾ നോർമലായിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഇട്ടത്. ആവശ്യത്തിന് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിട്ടു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടി കേട്ടോ. പിന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒത്തിരി ടീ സ്റ്റോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മലയൊക്കെ കയറി തുടങ്ങി. എപ്പോഴും 1-ാം കുരിശ് എത്തുന്നവരെയാണ് നമുക്ക് കുറച്ചൊരു ദൂരം ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം അടുത്തടുത്താട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുന്നവർ നമുക്കിങ്ങനെ കമ്പൊക്കെ തരും കേട്ടോ, ജസ്റ്റ് കുത്തി കയറി പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കാട്ടാന ചെറിയൊരു പണി തന്നു. അതുകൊണ്ട് എല്ലാവരും സ്റ്റോപ്പ് ചെയ്തു അവർ. കാരണം കുറച്ച് ആളുകളെ മാത്രമായിട്ടാട്ടോ കയറ്റി വിടുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് കാട്ടാന ഇറങ്ങിയായിരുന്നു. അപ്പം ഫോറസ്റ്റുകാരെല്ലാവരും വന്നിട്ട് എല്ലാവരും സ്റ്റോപ്പ് ചെയ്തു. സൈലൻ്റായിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ക്രോസ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി സമയം അങ്ങനെ ഡിലേ ആയിട്ട് താഴെ നിന്നവരുണ്ട് കേട്ടോ. ഞങ്ങൾ ഭാഗ്യത്തിന് 2ാമത്തെ ഗ്രൂപ്പിൻ്റെ കൂടെ കയറി പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കയറി പോകാനായിട്ട് പറ്റി. അപ്പോൾ 4 കാട്ടാനയോളം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. കാണാനായിട്ട് പറ്റുമെന്ന് വെച്ചാൽ തൊട്ടടുത്ത് ഞങ്ങളങ്ങനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നില്ല. അപ്പോൾ ക്യാമറയിലൊക്കെ സൂം ചെയ്തപ്പോൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായി. കാരണം പിള്ളേരെ കൊണ്ടൊക്കെ നമ്മൾ വന്നത്, നമ്മളെങ്ങോട്ട് ഓടും അങ്ങനെയൊക്കെ ഒരു ചിന്ത. കാരണം മലയാണ്, കല്ലാണ്, ദൈവമേ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വന്നിട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും സൈലൻ്റൊക്കെ ആയിട്ട് നിന്നും അങ്ങനെയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ അവർ ക്രോസ് ചെയ്ത് പോകട്ടോ. അപ്പം ഇടയ്ക്ക് അങ്ങനെ വന്നത്, എങ്ങനെ ക്യാമറ പിടിക്കണം, പെട്ടെന്ന് കൈ അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയത്, മീൻസ് പിടിച്ച പൊസിഷൻ ശരിയായില്ല, അതുകൊണ്ടാണ്. പിന്നെന്താ, അങ്ങനെ നമുക്ക് മുത്തപ്പനെ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാനൊക്കെ പറ്റി. നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് സാധിച്ചിരും. അതൊരു വിശ്വാസമാണ്. വിശ്വാസം നല്ല നമുക്ക് അനുഭവം ഉണ്ട് കേട്ടോ. മലയാറ്റൂർ നമ്മൾ മല കയറിയിട്ട് നമ്മൾ മുത്തപ്പനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് സാധിച്ച് കിട്ടും. നമുക്ക് അനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ, എന്താ പറയുക, മലയാണെങ്കിലും വയ്യായികയാണെങ്കിലും ഒക്കെ മുത്തപ്പനെ കാണാൻ ഈ മല കയറി വരുന്നത്. അതൊരു നമ്മുടെ വിശ്വാസമാണ്. അതിലിപ്പം ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, ആനേനെ സൂം ചെയ്യുന്നതാണ് കേട്ടോ. അവിടെ നിൽപ്പുണ്ട് പുള്ളി, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും. നമ്മളങ്ങനെ എടുത്തപ്പോൾ അത്ര ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും സൂം ചെയ്ത് മാക്സിമം ഒന്ന് നോക്കിയതാട്ടോ. അതെന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല, ഭയങ്കര ഇരുട്ടല്ലേ, എന്താവട്ടെ. അപ്പോൾ നമ്മളിത് ഫൈനലി എത്താറൊക്കെ ആയിട്ടോ. പിള്ളേരൊക്കെ ആണെങ്കിലും ആരും ടയേർഡൊന്നും ആയില്ലായിരുന്നു. എൻ്റെ കൊച്ചു ഞാൻ പിന്നെ എടുത്തേക്കുമായിരുന്നു. ബാക്കി എല്ലാവരും വലിയവരൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ മേളിൽ എത്തി. ഇപ്പോഴും കാട്ടാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും, അവിടെ നിൽക്കുന്നതുണ്ടോ, ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ഒരാളവിടെ നിൽപ്പുണ്ട്.
പിന്നെ നമ്മൾ മടുക്കുമ്പോൾ ഒക്കെ കുറച്ച് നേരം ഇരുന്നും അങ്ങനെയൊക്കെ ആട്ടോ കയറി പോകുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതേ മേലെ എത്തുമ്പോഴത്തേനും പോപ്കോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. അപ്പം പിന്നെ നമ്മൾ മേളിലെത്തി കേട്ടോ. അപ്പം നമ്മൾ കുരിശ് ചുമന്ന് കയറി പോകുന്നവരൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളവിടെ വെക്കും. അതിന് ശേഷം അത് പൊന്നിൻ കുരിശാട്ടോ നിങ്ങൾ കണ്ടത്, ഇതിന് മുന്നേ കണ്ട കുരിശ്. അപ്പോൾ മലയാറ്റൂർ യാത്ര അവസാനിച്ചു.